വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഷോർട്ട് നോട്ട്സിനെ കുറിച്ചാണ്. ഇതിൻ്റെ മുഴുവൻ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഷോർട്ട് നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. ബ്ലോക്ക് 3 ദ സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് ദ നാഷണൽ മൂവ്മെൻറ്റ്. അതിലൊന്നാമത്തേത് റെസിഗ്നേഷൻ ഓഫ് കോൺഗ്രസ് മിനിസ്ട്രീസ്, കോൺഗ്രസ് മന്ത്രിസഭകളുടെ രാജി. ആയിരത്തി 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യൻ നേതാക്കളോട് ആലോചിക്കാതെ വൈസ്രോയി ലോർഡ് ലിൻതിങ്കോ ഇന്ത്യയെയും യുദ്ധത്തിൻ്റെ ഭാഗമാക്കി പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷുകാരുടെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വിസമ്മതിച്ചതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് യുദ്ധത്തെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകളോട് രാജിവെക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 1939 ഒക്ടോബറിനും നവംബറിനും ഇടയിൽ 6 പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെക്കുകയും തുടർന്ന് സർക്കാർ അവിടെ ഗവർണർ ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. അടുത്തത് ഓഗസ്റ്റ് ഓഫർ. 1940 ഓഗസ്റ്റ് ഓഫർ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയുടെ സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിനായി 1940 ഓഗസ്റ്റ് 8 വൈസ്രോയി ലിൻതിങ്കോ ഒരു പ്രഖ്യാപനം നടത്തി. ഇതാണ് ഓഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്നത്. യുദ്ധത്തിനു ശേഷം ഭരണഘടന തയ്യാറാക്കാൻ ഒരു പ്രതിനിധി സഭ രൂപീകരിക്കുക, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുക, ഒരു അഡ്വൈസറി വാർ കൗൺസിൽ സ്ഥാപിക്കുക എന്നിവയായിരുന്നു പ്രധാന വാഗ്ദാനങ്ങൾ. എന്നാൽ ഡൊമിനിയൻ പദവിക്ക് പകരം പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാത്തതിനാൽ മുസ്ലിം ലീഗും ഈ ഓഫർ തള്ളിക്കളഞ്ഞു. അടുത്ത ഇൻഡിവിജ്വൽ സത്യാഗ്രഹമാണ്, വ്യക്തി സത്യാഗ്രഹം. അതേപോലെ ഡൽഹി ചാലോ മൂവ്മെൻറ്റ്, ഡൽഹി ചാലോ പ്രസ്ഥാനം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അടിച്ചമർത്തലുകളിലും ഭരണഘടനമായ മാറ്റങ്ങൾ വരുത്താനുള്ള മടിയിലും പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആരംഭിച്ച സമരമാണിത്. ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിന് പകരം വ്യക്തികളെ തിരഞ്ഞെടുത്ത് നടത്തുന്ന സത്യാഗ്രഹമായിരുന്നു ഇത്. യുദ്ധത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നതിനെതിരെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു ഈ സമരം. 1940 ഒക്ടോബർ 17 വിനോബ ഭാവയെ ആദ്യത്തെ സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തു. രണ്ടാമതായി ജവഹർലാൽ നെഹ്റുവും പങ്കെടുത്തു. സത്യാഗ്രഹികൾ ജില്ലാ മജിസ്ട്രേറ്റിനെ മുൻകൂട്ടി അറിയിച്ച ശേഷം യുദ്ധവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുകയും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഗ്രാമങ്ങളിലൂടെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. അതിനാൽ ഇതിനെ ഡൽഹി ചലോ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നു. അടുത്തത് ക്രിപ്സ് മിഷൻ. 1942 USA, ചൈന തുടങ്ങിയ സംഖ്യകക്ഷികളുടെ സമ്മർദ്ദത്താലും ജപ്പാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന ഭയം മൂലവും യുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സഹകരണം ഉറപ്പാക്കാൻ 1942 മാർച്ചിൽ ബ്രിട്ടീഷ് സർക്കാർ ക്യാബിനറ്റ് മന്ത്രിയായ സർ സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ അയച്ച ദൗത്യമാണിത്. യുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവിയും ഭരണഘടന തയ്യാറാക്കാൻ ഒരു സമിതിയും രൂപീകരിക്കുമെന്ന് ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്തു. എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉടനടിയുള്ള അധികാര കൈമാറ്റവും വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇത് തള്ളിക്കളഞ്ഞു. പുതിയ ഭരണഘടന അംഗീകരിക്കാൻ താൽപ്പര്യമില്ലാത്ത പ്രവിശ്യകൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാം എന്ന വ്യവസ്ഥയിലൂടെ പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന മുസ്ലിം ലീഗിൻ്റെ ആശയത്തെ ഇത് പരോക്ഷമായി അംഗീകരിക്കുകയും ചെയ്തു.